നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ശ്രീലങ്കൻ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് രാത്രിയോടെ ശ്രീലങ്കയിലെ ഹബൻടോക്കിനും കാൽമുനായിക്കും ഇടയിലാകും ന്യൂനമർദ്ദം കരതൊടുക. ഇതിന് പുറമെ തെക്കൻ കേരളത്തിന് സമീപം അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്നതിനാൽ ജനുവരി 12 വരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചേക്കും. ജനുവരി 10-ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉള്ളതിനാൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ഈ ജില്ലകൾ ലഭിച്ചേക്കാം. എന്നാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. നാളെ പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം 10, 11, 12 തീയതികളിലാണ് മഴയുടെ സാന്നിധ്യം രൂക്ഷമായി ഉണ്ടാകാൻ പോകുന്നത്. തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. നാളെ ഈ പ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 11-ാം തീയതിയും തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇനി 12-ാം തീയതിയിലേക്ക് വരികയാണെങ്കിൽ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും ഇന്നലെ മുതൽ തന്നെ ഈ മണിക്കൂറിൽ 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ശേഷം കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി തള്ളിക്കളയരുത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മഴയുടെ ശക്തി ഉണ്ടാകും. ശനി, ഞായർ ദിവസങ്ങളാണ്. ചില കുട്ടികൾക്കൊന്നും തന്നെ സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വീടുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ മഴയാണ്. അടുത്തുള്ള തോട്ടിൽ മീൻ വന്നു, മീൻ കാണാൻ പോകണം, മീൻ പിടിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ആരും അങ്ങോട്ടേക്കൊന്നും ഇറങ്ങരുത്. കാരണം അടിയൊഴുക്കൊക്കെ ശക്തമാണ്. മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തന്നെ അതിൻ്റെ ഒരു മൂടിക്കെട്ടിയ ഒരു അവസ്ഥയൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല അതിശക്തമായ മഴയും അതുപോലെ തന്നെ തണുപ്പും ഒക്കെ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങി എന്നാണ് വ്യക്തമാകുന്നത്.